കഥ മിസാറു. സന്തോഷ് എച്ചിക്കാനം. വെള്ളം ഒലിക്കുന്ന മുടിയുമായി കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴൊക്കെ അമ്മ അവനെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അമ്മ അലമാരിൽ നിന്ന് ഒരു കവറെടുത്ത് അവന് നീട്ടി. അതിനുമേൽ പുത്തൻ ഉടുപ്പിട്ട് വായുവിലൂടെ സ്പൈഡർമാനെ പോലെ പറന്നു വരുന്ന ഒരു സ്റ്റൈലൻ ചെക്കൻ്റെ ചിത്രമുണ്ടായിരുന്നു. അതിനകത്ത് പുത്തൻ കുപ്പായമാണെന്ന് അപ്പോഴും അവന് ഉറപ്പുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കവറ് മാത്രമേ കാണൂ. അമ്മ ജോലി നോക്കുന്ന ഏതെങ്കിലും കാശുകാരുടെ വീട്ടിലെ പിള്ളേർ ഇട്ടുമടുത്ത് വേണ്ടാന്ന് വെച്ച ഷർട്ടോ നിക്കറോ ഒക്കെയാകും. അത്തരം കുറേ ഉടുപ്പുകൾ അവനുണ്ട്. പുത്തന? അവൻ അമ്മയെ നോക്കി. തുറന്നു നോക്ക്. അമ്മ ടിന്നിൽ നിന്ന് ഇത്തിരി പൗഡർ എടുത്ത് കൈവെള്ളയിലേക്ക് തട്ടി. കവറിൻ്റെ മൂടി മാറ്റിയതും അതിനകത്ത് നിന്ന് നല്ലൊരു വാസന പുറത്തേക്ക് വന്നു. നോക്കിയപ്പോൾ പുതുപുത്തനാണ്. ചണനൂലിൽ കോർത്തിട്ട പ്രൈസ് ടാഗ് കുടുക്കിൻ്റെ ദ്വാരത്തിലൂടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ വില കണ്ടത് ഞെട്ടിപ്പോയി. ഇത്രയും വില പിടിച്ച ഉടുപ്പ് അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും സമ്പന്നനായ ജോഹൻ വരെ ഇട്ട് കണ്ടിട്ടില്ല. ഇത്രയും വില കൂടിയത് അമ്മ വാങ്ങുമെന്ന് തോന്നുന്നില്ല. കടുന്നീല നിക്കർ. ഷർട്ടിൻ്റെ മുൻവശത്ത് തവിട്ട് നിറത്തിലുള്ള നീണ്ട വരകൾ 4 എണ്ണം കുത്തനെ കിടപ്പുണ്ട്. ഓഫ് വൈറ്റിൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന ആളെ കണ്ടോ? സ്പൈഡർമാൻ. ഈ പാക്കറ്റിൽ ഇതിന് പകരം പഴകിപ്പിഞ്ഞിയ ഒരു കുപ്പായമാണെങ്കിൽ പോലും സ്പൈഡർമാൻ ഉള്ളതുകൊണ്ട് മാത്രം അവനത് സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. യാഷിൻ്റെ വീട്ടിൽ സ്പൈഡർമാൻ്റെ എല്ലാ കോമിക്സുമുണ്ട്. അവൻ്റെ പപ്പ അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വായിച്ചിട്ടുണ്ട്. അയാൾ പിന്നീട് ആ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത് മകന് വായിക്കാനാണ്. യാഷ് പക്ഷേ ഒരക്ഷരം വായിക്കില്ല, സിനിമ കാണും. മകനെ സ്പൈഡർമാൻ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പപ്പ അവനോടും പോന്നോളാൻ പറയും. അങ്ങനെ ലാസ്റ്റ് മൂവി വരെ കണ്ടു. അതിനിടയിൽ പലപ്പോഴായി അവിടെ എവിടെയുള്ള ഏതാണ്ട് എല്ലാ കോമിക്സും വായിച്ചു തീർക്കുകയും ചെയ്തു. വൈപ്പിൻ പള്ളിയിലെ പെരുന്നാളിന് അച്ഛൻ വാങ്ങിക്കൊടുത്ത സ്പൈഡർമാൻ്റെ മാസ്ക് കഴിഞ്ഞ വർഷം വരെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുടുത്തുമ്പിലേക്ക് ഇറങ്ങി വന്ന വെള്ളം കവറിലെ ചെക്കൻ്റെ സുന്ദരൻ ചിരിക്കുമേൽ വീഴുന്നത് വരെ ആ സമ്മാനമുണ്ടാക്കിയ അത്ഭുത ലോകത്തിനകത്ത് അഭിജിത്ത് അനങ്ങാതെ നിന്നു. പെട്ടെന്ന് റെഡിയാവ്. അമ്മ തിരക്ക് കൂട്ടി. അരയിൽ ചുറ്റിയ തോർത്ത് പറിച്ചെറിഞ്ഞ് ഞൊടിയിടയിൽ കുപ്പായത്തിനകത്ത് കയറിയതും എന്തെന്നില്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും ശരീരത്തിൽ ചിലന്തി വിഷം പോലെ കയറി. ക്യാപ്റ്റൻ അമേരിക്കയെയും തോറിനെയും അങ്ങേരുടെ മിയോൾനിയറിനെ പറ്റി ഒക്കെ ഇഷ്ടമാണെങ്കിലും അഭിയുടെ മനസ്സിൽ പീറ്റർ പാർക്കർക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. താനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത വ്യക്തിയാണ് ഈ കീശയിൽ ചുവന്ന ചിലന്തിയെപ്പോലെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. തനിക്ക് അമ്മയെങ്കിലുമുണ്ട്. സ്പൈഡർമാനോ? അവൻ അയാളെ സ്നേഹത്തോടെ ഒന്ന് തലോടി. ക്ലാസ്സിൽ തന്നെപ്പോലെ ആരോഗ്യം കുറഞ്ഞ കുട്ടികളെ നിരന്തരം തല്ലിയും മാന്തിയുമൊക്കെ വലിയ വില്ലനാണെന്ന ഭാവത്തിൽ ഞെളിഞ്ഞു നിൽക്കുന്ന വിദീപിനെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ വച്ച് 2 എണ്ണം പൊട്ടിക്കാമായിരുന്നു. ഈ കുപ്പായമിട്ടപ്പോൾ എന്തെന്നറിയില്ല, ഒരു സാഹസികൻ്റെ കരുത്തും ആത്മവിശ്വാസവും തോന്നുന്നുണ്ട്. ഇന്നലെ പെയ്ത മഴ മേൽക്കൂരയിലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് അടുക്കളയിൽ വെച്ച ബക്കറ്റിലേക്ക് ഇപ്പോഴും തുള്ളികളായി വീണുകൊണ്ടിരിക്കുന്നു. നിറഞ്ഞ ബക്കറ്റുമായി അമ്മ പുറത്തേക്ക് നടന്നതും മൊബൈൽ അടിക്കാൻ തുടങ്ങി. പണിക്ക് പോകുന്ന വീട്ടിൽ ആരെങ്കിലുമാകും. ഒരു ദിവസം കുറഞ്ഞത് 4 വീടെങ്കിലും അമ്മ വൃത്തിയാക്കുന്നുണ്ട്. പാചകം ചെയ്യുന്നത് പക്ഷേ ഹൈക്കോടതിക്ക് പിന്നിലുള്ള വലിയ വീട്ടിൽ മാത്രം. അവിടെ ഒരു അമ്മുമ്മയും അപ്പൂപ്പനുമാണുള്ളത്. മുട്ടിന് വയ്യാത്ത അമ്മുമ്മ വീട്ടിൽ ആര് വന്നാലും ഇട്ടിരിക്കുന്ന ഗൗൺ പൊക്കി നീര് വന്ന് വീർത്ത് ചുരക്ക പോലെ കിടക്കുന്ന കാൽമുട്ട് കാണിച്ച് അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അവർക്കുണ്ടാക്കുന്ന നാനാതരം പ്രയാസങ്ങളെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൂപ്പനാകട്ടെ അധികമൊന്നും സംസാരിക്കില്ല. ജഡ്ജിയായിരുന്നു. പക്ഷേ എപ്പോൾ നോക്കിയാലും അങ്ങേരുടെ 2 കൈയും വിറച്ചുകൊണ്ടിരിക്കും. അയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പൂച്ചയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ആ വിരലുകൾ ഒരു തവണയെങ്കിലും അനങ്ങാതെ നിൽക്കണ്ടേ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അമ്മ ചിലപ്പോൾ അവനെ സിറ്റിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എന്തുണ്ടായി? നല്ല 1-ാം തരം ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും
കുഴച്ചു വയ്ക്കുന്ന ഗോതമ്പ് മാവിൻ്റെ കൂടെ ഇത്തിരി കൂടി എടുത്ത് വേറെ തന്നെ ഉരുളയാക്കി അമ്മ അവന് കൊടുക്കും. അതിൽ കോലെടുത്ത് വെച്ച് പരത്തി പരത്തി നല്ല വട്ടത്തിൽ ഉണ്ടാക്കി ഒരെണ്ണം ഉണ്ടാക്കിയപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞു. ഗൗരി, ലുക്ക്, നൗ ഹി മേക്സ് ഇറ്റ് ബെറ്റർ ദാൻ യു. ഒരു ദിവസം അമ്മുമ്മ അവൻ്റെ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് വായിൽ വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ആ സന്തോഷത്തിൽ ഐസ്ക്രീം വാങ്ങിക്കഴിക്കാൻ അവന് 100 രൂപയും കൊടുത്തു. ആ വീട്ടിൽ കൗതുകമുണർത്തുന്ന പല സാധനങ്ങളുമുണ്ട്. ഷോക്കേസിലും ചുമരിലുമൊക്കെയായി അതൊക്കെ വൃത്തിയാക്കി അടുക്കി വച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിലൊന്ന് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആർക്കും തോന്നും. ചോദിച്ചാൽ അപ്പൂപ്പൻ തരില്ല. അന്നേരം മനസ്സിനുള്ളിൽ ഒരു കള്ളൻ മെല്ലെ തലപൊക്കാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അമ്മയ്ക്കത് ആ നിമിഷം മനസ്സിലാവും. അമ്മയുടെ തലയ്ക്കകത്ത് ആളുകളുടെ മനസ്സ് വായിക്കുന്ന ഇലക്ട്രോണിക് ചിപ്പുണ്ടോ എന്ന് തോന്നിപ്പോകും. അഭി മോനെ, ഒന്നും എടുത്തേക്കരുത് കേട്ടോ, അമ്മ ചെവിക്കരികിൽ വന്ന് പറയും. 2 വർഷം മുമ്പ് വരെ തനിക്ക് അങ്ങനെ ചില കള്ളസ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യം അഭിജിത്ത് ഓർത്തെടുത്തു. ഇപ്പോൾ ഒരു കടലാസ് പോലും അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ടില്ലാതെ അവൻ എടുക്കാറില്ല. ഞാൻ ലീവാണെന്ന് മാഡത്തോട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാണ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കൊച്ചിന് തീരെ വയ്യ, ആശുപത്രിയിലോട്ട് പോവുക. ഇനി എനിക്ക് മറ്റന്നാളെ വരാൻ പറ്റൂ. അമ്മ ഈർഷ്യയോടെ ഫോൺ കട്ട് ചെയ്തു. ഇപ്പോൾ വിളിക്കുന്നത് തേവരയിലുള്ള കോളേജ് പ്രൊഫസറാണ്, ഒരു മടിച്ചിക്കാളി. അതുകൊണ്ടാണ് അമ്മ ഇത്തിരി ചൂടായത്. പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തിന്ന പ്ലേറ്റ് പോലും കഴുകി വയ്ക്കാറില്ല. എപ്പോൾ നോക്കിയാലും മൊബൈലിൽ കർണാട്ടിക് മ്യൂസിക്കും കേട്ടുകൊണ്ട് സോഫയിൽ ചാരിയിരിക്കുന്നത് കാണാം. ഇടയ്ക്ക് ഉറങ്ങും. പക്ഷെ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെത്ര വില കൂടിയതാണെങ്കിൽ പോലും എല്ലാം അപ്പിക്കെടുത്ത് കൊടുക്കും. ചിലപ്പോൾ ഇന്നലെ കുടിച്ച ചായ ഗ്ലാസ് കഴുകി വയ്ക്കാൻ വിളിച്ചതാവും. എനിക്കതിന് അസുഖമൊന്നുമില്ലല്ലോ. കയ്യിലൊരു ബാഗുമായി വാതിൽ ചാരാൻ തുടങ്ങിയ അമ്മയ്ക്കരികിൽ നിന്ന് അവൻ ചോദിച്ചു. അപ്പോഴാണ് ഗൗരി മകനെ ശരിക്കും ശ്രദ്ധിച്ചത്. അടിപൊളിയാണല്ലോ, ഇപ്പോൾ നിന്നെ കണ്ടാൽ സിനിമയിലെടുക്കും. ആ വേഷത്തിലൊരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലിരിക്കുന്ന സാംസങ് പക്ഷെ കൊള്ളില്ല, പഴയതാണ്. ഹൈക്കോർട്ടിലെ അമ്മുമ്മ പുതിയ ഫോൺ വാങ്ങിയപ്പോൾ അതുവരെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കൊടുത്തതാണ്. 5 വർഷം കഴിഞ്ഞു. കീപാഡിലൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമെല്ലാം പറ്റിപ്പിടിച്ച് മൊത്തത്തിൽ മാരിനേറ്റ് ചെയ്ത ഒരു കരിമീനെടുത്ത് ഫ്രീസറിൽ കയറ്റിയതുപോലെയുണ്ട്. എടുത്ത് എണ്ണയിലിട്ടാൽ മുരിഞ്ഞങ്ങ് പോരും. അമ്മ എടുത്ത കുറേ നരച്ച ഫോട്ടോസ് ഗാലറിയിൽ കിടപ്പുണ്ട്. അതിലെ ക്യാമറ കൊണ്ട് സെൽഫി എടുത്താൽ സ്പൈഡർമാനെ കാണില്ല, ഉറപ്പാണ്. നാളെ യാഷിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ പപ്പയുടെ ഐഫോണിൽ എടുപ്പിക്കാം. റോഡിലൊക്കെ കുണ്ടും കുഴിയുമാണ്. മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ് കാലൊടിയും. കടന്നു പോകുന്ന വാഹനങ്ങൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളത്തിൽ സാരി നനയാതിരിക്കാൻ നിരത്തിൽ നിന്ന് പരമാവധി അകലം പാലിച്ചുകൊണ്ട് വേഗത്തിൽ നടക്കുന്ന അമ്മയ്ക്കൊപ്പമെത്താൻ അഭിജിത്ത് പലപ്പോഴും ഓടേണ്ടി വന്നു. നമ്മളെങ്ങോട്ടാ? കിതപ്പിനിടയിൽ അവൻ ചോദിച്ചു. അതൊക്കെ പറയാം, നീ നടക്ക്. ടൈം എന്തായി? 8 മണി. അമ്മ മൊബൈലിലേക്ക് നോക്കി. 9 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. അതെന്താ? അമ്മ അവനെ തിരിഞ്ഞു നോക്കി. പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് ആ നേരത്തല്ലേ? അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പലതും ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ അമ്മയ്ക്ക് മനസ്സിലായില്ല. ആ സമയത്താണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവന്മാർക്ക് ഈ ഉടുപ്പ് കാണാൻ പറ്റിയേനെ അവൻ പറഞ്ഞു. ഓ പിന്നെ, അവരൊന്നും ഉടുപ്പ് കാണാത്തവരല്ലേ? അമ്മ പറഞ്ഞു. ഇതുപോലെ പോക്കറ്റിൽ സ്പൈഡർമാൻ ഉടുപ്പ് എൻ്റെ ക്ലാസ്സിൽ വേറെ ആർക്കുമില്ല. അപ്പോൾ അമ്മയുടെ കയ്യിലെ മൊബൈൽ ഒന്നുകൂടി ശബ്ദിച്ചു. അതിലേക്ക് നോക്കിയതും അമ്മ പെട്ടെന്ന് വിനയാന്യതയായി. ഒരു കടത്തിണ്ണയിലേക്ക് മാറി നിന്ന് ഏതോ രഹസ്യം കൈമാറുന്നത് പോലെ ഒച്ച താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ചൂണ്ടക്കാർക്ക് വേണ്ടി പുലർച്ചെ തുറക്കാറുള്ള 1-2 ചായപ്പീടികൾ ഒഴിച്ചാൽ ബസാർ റോഡിലെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഹബീബുള്ളയുടെ കടയുടെ തുരുമ്പിച്ച 2 ഷട്ടറുകളും ഏതോ ഒരു കാര്യം പറഞ്ഞ് അവസാനിക്കും മുമ്പ് മരിച്ചുപോയ ഒരാളുടെ വായ പോലെ അതുവഴി കടന്നു പോകുന്നവർക്ക് നേരെ 2 വർഷമായി തുറന്നു തന്നെ വച്ചിരിക്കുകയാണ്. പിൻവശത്തെ മതിലിനപ്പുറത്ത് നിന്ന് കാട്ടുവള്ളികൾ വന്ന് അതിനകത്ത് കയറിയിരിക്കുന്നു. പെട്രോൾ ഒഴിച്ച് തീ വെച്ചപ്പോൾ ഉരുകിപ്പോയ ഗുലാം അലിയുടെ ചിത്രം ഷട്ടറിലൊരിടത്ത് പുകയും ചെളിയും പിടിച്ചു കിടപ്പുണ്ട്. കടയ്ക്ക് മുന്നിൽ തളം കെട്ടി നിൽക്കുന്ന മഴവെള്ളത്തിൽ ഒരു കാക്ക ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്നത് അഭിജിത്ത് കണ്ടു. ചിറകിലെ വെള്ളം കുടഞ്ഞ് പീടികത്തിണ്ണയിലേക്ക് കയറിയ കാക്ക പെട്ടെന്ന് തല വെട്ടിച്ച് തിരിഞ്ഞു നോക്കിയതും അത് ഹബീബുള്ളയാണെന്ന് അവന് തോന്നി. സ്പൈഡർമാൻ കൂടെ ഉണ്ടായിട്ട് പോലും അപ്പോൾ ഉണ്ടായ പേടിയെ തട്ടിക്കളയാൻ പറ്റാതെ അവൻ അമ്മയുടെ മുന്താണിയിൽ പിടിച്ച് ഉറക്കെ വലിച്ചു. വാ അമ്മേ, നമുക്കിവിടെ നിന്ന് പോകാം. പക്ഷേ മകൻ്റെ വെപ്രാളമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത എണ്ണം കാര്യമായ ഏതോ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അമ്മയെ ശക്തിയായി വലിച്ച് റോഡിലേക്ക് ഇറക്കി.
അപ്പോഴേക്കും ഒരു വെളുത്ത ഇന്നോവ വന്ന് അവർക്ക് മുന്നിൽ ബ്രേക്കിട്ടു. പിന്നിലെ ഡോർ തുറന്നതും മകനെ തള്ളി അകത്താക്കി പിന്നാലെ ഗൗരിയും കയറിയിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. വണ്ടിക്കകത്ത് നല്ല തണുപ്പ്, കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണം. ഡാഷ്ബോർഡിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ഓട്ടുപ്രതിമയെ ചുറ്റി ഒരു തുളസിമാല. മുന്നിൽ ഡ്രൈവറെ കൂടാതെ നന്നായിട്ട് വെളുത്ത് താടിയൊക്കെയുള്ള വേറൊരാൾ കൂടി ഇരിപ്പുണ്ട്. അയാൾ അവനെ നോക്കി ഹൃദ്യമായി ചിരിച്ചു. ഹലോ അഭിജിത്ത്, നമസ്കാരം. അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇങ്ങേർക്ക് തൻ്റെ പേർ എങ്ങനെ അറിയാം? നിനക്ക് ഈ ഉടുപ്പ് നന്നായി ചേരുന്നുണ്ടല്ലോ, ഇഷ്ടമായോ? അയാൾ ചോദിച്ചു. ഭയങ്കര ഇഷ്ടമായി, അമ്മയാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇയാളാണോ ഉടുപ്പ് വാങ്ങിത്തന്നത്? എന്തിന്? അദ്ദേഹം ആരാണ്? ചിലപ്പോൾ അമ്മ ജോലി ചെയ്യുന്ന ഏതെങ്കിലും വീട്ടിലെ മാഡത്തിൻ്റെ ഭർത്താവായിരിക്കും. പക്ഷേ ഇത്രയും വിലയുള്ള ഒരു ഉടുപ്പ് വാങ്ങിത്തരുമോ? ബർത്ത്ഡേ ആണെങ്കിൽ 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളിനി നേരെ കോടതിയിലേക്കല്ലേ സാറേ? ഡ്രൈവർ ചോദിച്ചു. അതെ, പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം. അഭിജിത്തിന് വിശക്കുന്നുണ്ടാവും. തൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ഇങ്ങർക്ക് എന്തൊരു ശ്രദ്ധയാണ്. അവൻ അയാളോട് ശരിക്കും സ്നേഹം തോന്നി. ഗൗരി, കൊച്ചിനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? ശ്രീരാമൻ്റെ തലയിൽ കയറിയിരുന്ന ഈച്ചയെ ഗ്ലാസ് തുറന്ന് വണ്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനിടയിൽ താടിക്കാരൻ ചോദിച്ചു. ഇല്ല, അവിടെ ചെന്നിട്ട് സാറ് തന്നെ പറഞ്ഞാൽ മതി. ആ നേരത്തെ വിനയം കണ്ടപ്പോൾ അമ്മ കടത്തലിൽ നിന്ന് സംസാരിച്ചത് ഈ മനുഷ്യനോടാണെന്ന് അഭിക്ക് മനസ്സിലായി. കാർ അപ്പോഴേക്കും ഷിപ്പ് യാർഡിനടുത്തുള്ള പാലത്തിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. അവിടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു യുദ്ധക്കപ്പലിൻ്റെ പണി നടക്കുന്ന കാര്യം അവൻ കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടിരുന്നു. കാറിൽ നിന്ന് നോക്കിയാൽ അത് കാണാം. മനുഷ്യൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? പലസ്തീനിലൊക്കെ എത്ര കുട്ടികളാണ് ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? യാഷിൻ്റെ വീട്ടിലെ വലിയ TV-യിൽ അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. പണി തീർന്നാൽ ഈ കപ്പലും ആളുകളെ കൊല്ലാൻ തന്നെയാണ് പോവുക. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ വണ്ടി ഒരു കൂറ്റൻ ഹോട്ടലിന് താഴെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു നിന്നു. ഇത്രയും വലിയ ഭക്ഷണശാലയിൽ ഇതിനു മുമ്പ് അഭിജിത്ത് കയറിയിട്ടില്ല. ഇതെന്നല്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഏതെങ്കിലും ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചതായി ഓർക്കുന്നത് പോലുമില്ല. പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ വല്ല എണ്ണക്കടിയും പൊതിഞ്ഞു കൊണ്ടുവന്നാലായി. അഭിക്ക് എന്ത് വേണമെന്ന് ഓർഡർ ചെയ്തോളൂ. താടിക്കാരൻ അങ്കിൾ മെനു കാർഡ് അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. അതിൽ അറിയാത്ത കുറേ ഭക്ഷണ സാധനങ്ങളുടെ പേരെഴുതി വച്ചിട്ടുണ്ട്. അതിൽ പലതും അത്താഴത്തിന് മാത്രം കിട്ടുന്ന വിഭവങ്ങളാണ്. പ്രാതലിൻ്റെ കോളത്തിൽ അവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തത് ബട്ടൂരയാണ്. ചന മസാലയുടെ കൂടെ ബട്ടൂര സൂപ്പർ കോമ്പിനേഷനാണെന്ന് യാഷ് ഒരിക്കൽ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. മെനു അടച്ചു വയ്ക്കുമ്പോഴേക്കും അമ്മയ്ക്കുള്ള ഇഡ്ഡലിയും സാമ്പാറുമായി വെയിറ്റർ വന്നു. പാവം, ഈ അമ്മയ്ക്ക് ദോശയും ഇഡ്ഡലിയും അല്ലാതെ വേറൊന്നും അറിയില്ല. ഒരു ബട്ടൂര അകത്താക്കിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ വന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരെണ്ണം കൂടി ആകാമെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ ബട്ടൂര വന്നതും ഇത്തിരി അതിശയത്തോടെ താടിക്കാരൻ അഭിയുടെ പുറത്തു തട്ടി അഭിനന്ദിച്ചു. കണ്ടാൽ നൂലുപോലെയാണെങ്കിൽ നീ ആള് നല്ല ഫുഡിയാണല്ലോ. ഹൈഡ്രജൻ ബലൂണിലെന്ന പോലെ രണ്ടാമത്തെ ബട്ടൂരിൽ തൂങ്ങി രുചിയുടെ ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങിയതിനാൽ താടിക്കാരൻ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. ഡ്രൈവർ ഇന്നോവ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ ഓടിച്ചു കൊണ്ടുവന്ന് ഒരു കെട്ടിടത്തിന് മുന്നിലെത്തിച്ചു. അതിൻ്റെ പുറത്ത് വക്കീലന്മാരുടെ പേരെഴുതിയ നിരവധി ബോർഡുകൾ. ഇന്നോവയിൽ നിന്നിറങ്ങുമ്പോൾ താടിക്കാരൻ അവിടെ നിന്ന് ഇച്ചിരി മാറി പൂവരശിനടിയിലെ വെളുത്ത കെട്ടിടത്തിന് നേരെ വിരൽ ചൂണ്ടി. അതാണ് ജില്ലാ കോടതി. വയറ്റിൽ 2 ബട്ടൂരുള്ളത് കാരണം അഭിക്ക് പഴയതുപോലെ ചാടി ഇറങ്ങാൻ പറ്റിയില്ല. താടിക്കാരനെ കണ്ടതും കെട്ടിടത്തിൻ്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്ന 3 പേർ ധൃതിയിൽ വാഹനത്തിനകത്തേക്ക് വന്ന് ജയ് ശ്രീരാം ഹരിയേട്ട എന്ന് കൈകൂപ്പി ഭവ്യതയോടെ ഒതുങ്ങി മാറി നിന്നു. ഈ ഹരിയേട്ടൻ കൊള്ളാമല്ലോ. നമ്മൾ വിചാരിച്ചതുപോലെ ആൾ സാധാരണക്കാരനല്ല. അവൻ താടിക്കാരനെ അടിമുടിയൊന്ന് നോക്കി. വക്കീലെത്തിയോ? താടിക്കാരൻ ഹരിയേട്ടൻ ഗൗരവം വിടാതെ ചോദിച്ചു. ഓൺ ദ വേ ആണ്. ഓഫീസിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ക്ലീൻ ഷേവുകാരന് പിന്നാലെ ഹരിയേട്ടൻ എന്നെയും അമ്മയും കൂട്ടി നടന്നു. അപ്പോഴൊക്കെ അഭിയെ അയാൾ വലത് കൈകൊണ്ട് വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു. കയറുമ്പോൾ തന്നെ വലതുവശത്തെ ചുവരിൽ അഡ്വക്കേറ്റ് PM താജുദ്ദീൻ MA LLB LLM എന്ന ബോർഡ് വച്ചിട്ടുണ്ട്. അത്രയും വലിയ ബോർഡ് ആ കെട്ടിടത്തിൽ മറ്റാർക്കുമില്ല. അപ്പോൾ ഹരിയേട്ടനെ പോലെ താജുദ്ദീനും വലിയ പുലിയാണ്. അല്ല അമ്മ, എന്തിനാണ് ഈ വക്കീൽ ഓഫീസിലേക്ക് വന്നത്? ഇപ്പോൾ കുറ്റം ചെയ്തവർക്കുള്ളതല്ലേ കോടതി. അമ്മ അതിനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ച കൂറ്റൻ ഷെൽഫുകളും കസേരയുമൊക്കെയായി ആ വലിയ ഓഫീസ് കേസുമായി വരുന്ന കക്ഷികൾക്ക് വരാൻ പോകുന്ന തർക്കങ്ങളിൽ അവർ തന്നെ ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. കുറേ ജൂനിയർ വക്കീലന്മാർ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു. ഹരിയേട്ടനെ ജൂനിയർ വക്കീൽ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുപോയി താജുദ്ദീൻ്റെ ക്യാബിനിലിരുത്തി. അഭിക്കും അമ്മയ്ക്കും മറ്റ് ചെറുപ്പക്കാർക്കും പുറത്തെ സോഫ കിട്ടി. വെണ്ണ പോലെ മൃദുലമായ ഇരിപ്പിടം. ഒരു പെൺകുട്ടി ചെറിയ ചില്ലി ഗ്ലാസുകൾ പകർന്നു കൊണ്ടുവന്ന ചായ എല്ലാവർക്കും വിതരണം ചെയ്തു.
അപ്പോഴാണ് താജുദ്ദീൻ വക്കീലിൻ്റെ വരവ്. ലിഫ്റ്റിൽ നിന്ന് ഇടനാഴിയിലേക്ക് എടുത്തു വെച്ച അയാളുടെ കാലിലെ തുകൽ ഷൂസ് തറയിൽ കുളമ്പടി വെച്ചുണ്ടാക്കിയതും എല്ലാവരും ചാടി എണീറ്റതും മിന്നൽ വേഗത്തിൽ അയാൾ ഓഫീസിൻ്റെ വാതിൽക്കലെത്തിയതും ഗുഡ് മോർണിംഗ് പറഞ്ഞവർക്ക് നേരെ വെറുതെ ഒന്ന് കൈ ഉയർത്തി ക്യാബിനിലേക്ക് പോയതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഓടിക്കതച്ച് പിന്നാലെ വന്ന ഗുമസ്തൻ വക്കീലിൻ്റെ തുകൽ ബാഗും ഫ്ലാസ്കും മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പോഴാണ് താജുദ്ദീൻ മുന്നിലിരിക്കുന്ന താടിക്കാരനെ ശ്രദ്ധിച്ചത്. ഹലോ മിസ്റ്റർ ഹരിപ്രസാദ്, ഗുഡ് മോർണിംഗ്. തനിക്ക് നേരെ നീണ്ടുവന്ന വക്കീലിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് താടിക്കാരൻ കുലുക്കി. അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അഭി നോക്കിക്കൊണ്ടിരുന്നു. ക്യാബിൻ്റെ വാതിൽ അടഞ്ഞു കിടന്നതിനാൽ ശബ്ദം വെളിയിലെത്തിയിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ താടിക്കാരൻ ഗൗരിയെയും മകനെയും അടുത്ത് വിളിച്ചു. ഇരിക്കൂ. താജുദ്ദീൻ കസേര ചൂണ്ടിക്കാണിച്ചു. അഭിജിത്ത് അമ്മയുടെ മടിയിലിരിക്കാതെ വേറെ തന്നെ തൻ്റെതായ ഒരു ഇരിപ്പിടം കണ്ടെത്തി. ഹൈക്കോടതിക്കടുത്തുള്ള അപ്പൂപ്പൻ്റെ കൈ പോലെ അമ്മയുടെ കൈയും കിടന്ന് വിറയ്ക്കുകയാണ്. അത് കാണാതിരിക്കാൻ മേശയുടെ വക്കിൽ അമ്മ മുറുകെ പിടിച്ചിട്ടുണ്ട്. കണക്ക് പീരീഡിൽ ടീച്ചർ ചോദ്യം ചോദിച്ചാൽ അനുശ്രീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അഭിജിത്ത്, ഇവനാണ് നമ്മുടെ ഒന്നാം സാക്ഷി. താടിക്കാരൻ അവനെ വക്കീലിനെ പരിചയപ്പെടുത്തി. ഇതെൻ്റെ മദർ ഗൗരി. താജുദ്ദീൻ ഗൗരിയെ നോക്കുക പോലും ചെയ്തില്ല. അയാൾ ജൂനിയർ വക്കീൽ നേരത്തെ മേശപ്പുറത്ത് കൊണ്ടുവച്ച ഫയലിൻ്റെ കെട്ടഴിച്ച് അതിൽ നിന്ന് ഒരു കടലാസ് പുറത്തെടുത്തു. അഭിജിത്ത് ഏത് ക്ലാസ്സിലാ? താജുദ്ദീൻ ജൽ പുരട്ടി പിന്നോട്ട് ചീകി വെച്ച തല ഫയലിൽ നിന്ന് അവന് നേരെ ഉയർത്തി. 7th D, അവൻ പറഞ്ഞു. നിങ്ങളുടെ മകൻ പോലീസിന് കൊടുത്ത മൊഴി ഞാൻ വായിക്കാം. വക്കീൽ ഗൗരിയെ നോക്കി. അവർ മകൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ ഭയത്തിന് ഐസ് കട്ടയേക്കാൾ തണുപ്പുണ്ടെന്ന് അവന് മനസ്സിലായി. ഇന്ന് 2023 മെയ് മാസം 10 ചൊവ്വാഴ്ച. സി അഭിജിത്ത്, സൺ ഓഫ് ദേവരാജൻ ലേറ്റ്, കപ്പലണ്ടിമുക്ക്, കോളോത്തം, ബാവ ലൈൻ, ഹൗസ് നമ്പർ 163, 10/22 എന്ന കുട്ടിയോട് മട്ടാഞ്ചേരി സ്റ്റേഷൻ SCOP സുദർശൻ, കുട്ടിയുടെ മാതാവ് സി ഗൗരിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയ സാക്ഷിമൊഴി. 2022 മെയ് മാസം 8, അതായത് മിനിയാന്ന് ഏകദേശം 12 മണി നേരത്ത് പീറ്റർ മാഷിൻ്റെ വീട്ടിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് ബസാർ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്ന ഞാൻ ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഹബീബുള്ളയുടെ കട തുറന്നു കിടക്കുന്നത് കണ്ടു. ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ഹബീബക്ക കട തുറക്കാറില്ല. ഹബീബയ്ക്ക് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇൻ്റർവെൽ സമയത്തൊക്കെ ഞങ്ങൾ മിഠായി, സർബത്ത്, സിപ്പപ്പ്, ഐസ്ക്രീം, നിലക്കടല മിഠായി, മുട്ട പപ്സ് എന്നൊക്കെ പറഞ്ഞ് എത്ര ബഹളം വെച്ചാലും ഒരു ദേഷ്യവും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് സാധനങ്ങൾ ഓരോന്നായി എടുത്തു തരും. അപ്പോഴൊക്കെ കൗണ്ടറിന് മുകളിൽ വച്ചിരിക്കുന്ന സ്പീക്കറിൽ നിന്ന് ഗുലാം അലി പാടുന്നുണ്ടാവും. രാത്രിയിൽ കടയടയ്ക്കാൻ നേരത്ത് വരുന്നവർക്ക് വരെ ഗസൽ കേട്ടുകൊണ്ട് സാധനങ്ങൾ വാങ്ങാം. ഇപ്പോൾ ഹംകോ കിസ്കെ ഗംന മാര കിസിക്കോ ദേഖേ ദിൽ, ഇതൊക്കെ എനിക്കും മറ്റു കുട്ടികൾക്കൊക്കെ കാണാപ്പാഠമാണ്. അതും കേട്ടുകൊണ്ട് ഞാൻ പീടികയുടെ തിണ്ണയിൽ കുറേ നേരം നിൽക്കും. അതുകൊണ്ടാണോ എന്നറിയില്ല, ഹബീബുള്ളയ്ക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കടയുടെ മുന്നിൽ നിർത്തിയ വാനിൽ നിന്ന് 2 പേർ സ്റ്റേഷനറി സാധനങ്ങൾ ഇറക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടത് ചിരിച്ചു. ഞാൻ കടയിലേക്ക് കയറി ഒരു സിപ്പപ്പ് പറഞ്ഞു. ഞാനതിൻ്റെ അറ്റം കടിച്ചു തുറക്കുന്നതിനിടയിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടി തിരിച്ചുപോയി. പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല ഒരു ബ്ലാക്ക് ഇന്നോവ വന്ന് ചവിട്ടി നിർത്തി. അതിൽ നിന്ന് 4-5 പേർ ചാടിയിറങ്ങി. അതിലൊരാളുടെ കയ്യിൽ ഒരിക്കാൻ നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു. അത് കടയ്ക്കുള്ളിലും പുറത്തുമായി അയാൾ ഒഴിച്ചു. ഹബീബുള്ള എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അയാളെ തടയാൻ ശ്രമിച്ചു. ഒറ്റക്കൈയനായ വേറൊരാൾ മുന്നോട്ട് വന്ന് എന്നെ വലിച്ച് കടയിൽ നിന്ന് റോഡിലേക്ക് ഇട്ടു. പിന്നിൽ നിന്ന് ആരോ തീപ്പെട്ടി ഉരച്ച് പെട്രോളിലേക്ക് എറിഞ്ഞു. തീ ആളിപ്പടർന്നു. വീണെടുത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ മുടി പിന്നിൽ കെട്ടി താടി വളർത്തിയ ഒരാളോട് ഒറ്റക്കൈയൻ, രഞ്ജിത്തെ വെട്ടിക്കൊല്ലടാ പന്നിയെ എന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. മുടികെട്ടിയ ചേട്ടൻ ഷർട്ടിനകത്ത് നിന്ന് വലിയൊരു വാള് പോലുള്ള കത്തി വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലല്ലേ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കൈകൂപ്പി തൊഴുതു നിന്ന ഹബീബ് ഖാൻ്റെ കഴുത്തിന് തന്നെ അയാൾ ആഞ്ഞുപറ്റി. മുന്നോട്ട് മൂക്കുകുത്തി വീണതും കാലിന് വയ്യെങ്കിലും ഞാൻ എണീറ്റ് ഞൊണ്ടി ഓടി. തിരിഞ്ഞു നോക്കിയപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കടയുടെ ഭാഗത്ത് നിന്ന് ഇന്നോവ എൻ്റെ നേർക്ക് വന്ന് ഭയങ്കര സ്പീഡിൽ പാഞ്ഞുപോയി. ഞാനതിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു. അവസാനത്തെ 2 അക്കം ഓർമ്മയുണ്ട്, 86. താജുദ്ദീൻ വക്കീൽ സാക്ഷിമൊഴി വായിച്ച് അവസാനിപ്പിച്ച് കടലാസ് തിരികെ ഫയലിൽ വെച്ചു. അഭിജിത്തിൻ്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു. പേടിയുടെ തണുപ്പ് അമ്മയിൽ നിന്ന് അവനിലേക്ക് ഇഴിഞ്ഞു കയറി. തിളങ്ങുന്ന വാളിന് താഴെ ഹബീബിക്കയുടെ എല്ല് പൊടിയുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ കസേരയിൽ നിന്ന് ഒരു നിലവിളിയോടെ ഇറങ്ങി അമ്മയുടെ മടിയിലേക്ക് വന്നു. അതുവരെ എല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന ഗൗരിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു.
അവൾ അവനെ മാറോട് ചേർത്ത് പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും എങ്ങലടി നിർത്താൻ അവന് പറ്റിയില്ല. പേടിയിൽ നിന്ന് അവൻ്റെ മനസ്സിനെ വഴിതിരിച്ചു വിടാനെന്നവണ്ണം താടിക്കാരൻ ബാഗിൽ നിന്ന് ഡയറി മിൽക്കിൻ്റെ ഒരു വലിയ പാക്കറ്റ് എടുത്ത് അവന് നീട്ടി. പണ്ട് എങ്ങോട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ച് പേടിപ്പിച്ച് ഇപ്പോൾ എന്തിനാണ് സ്നേഹം കാണിക്കുന്നത്? എനിക്ക് വേണ്ട. അവൻ തലവെട്ടിച്ച് അമ്മയുടെ ചുമലിൽ കണ്ണടച്ച് കിടന്നു. അവൻ്റെ കണ്ണീർ വീണ് അമ്മയുടെ ബ്ലൗസ് നനഞ്ഞു. മൂക്കിൽ നിന്ന് വെള്ളം വന്നപ്പോൾ സാരിയുടെ അറ്റം കൊണ്ട് അവൻ തന്നെ അതൊപ്പി എടുത്തു. നിങ്ങൾ പുറത്തേക്ക് ഇരുന്നോളൂ, മോനൊന്ന് റിലാക്സ് ആകട്ടെ, വക്കീൽ ഗൗരിയോട് പറഞ്ഞു. അവൾ അവനെയും എടുത്ത് ക്യാബിന് വെളിയിലേക്ക് ഇറങ്ങി. ഈ ചെക്കൻ നമുക്ക് പണി തരൂ വക്കീലെ? താടിക്കാരൻ അസ്വസ്ഥനായി. ഒന്നാം പ്രതി രഞ്ജിത്തിൻ്റെ പേരും വണ്ടിയും അതിൻ്റെ ലാസ്റ്റ് നമ്പർ കളറുമൊക്കെ കൊച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കൈയില്ലാത്ത വിനോദിൻ്റെ കാര്യവും. കുട്ടിയായതുകൊണ്ട് തന്നെ ദി കോർട്ട് വിൽ ടേക്ക് ഹിസ് ടെസ്റ്റിമോണി സീരിയസ്ലി. എങ്ങനെയെങ്കിലും ചെക്കനെ ഹോസ്റ്റലിലാക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. താജുദ്ദീൻ വക്കീൽ ഫ്ലാസ്ക് തുറന്ന് ഒരു കവിൾ ചൂടുവെള്ളം വായിലേക്ക് ഒഴിച്ചു. ആ സ്ത്രീക്ക് പുതിയ വീടും 10 ലക്ഷവും ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള പയ്യൻ്റെ പഠിപ്പിൻ്റെ കാര്യവും പാർട്ടി തന്നെ നോക്കും. ആ തള്ള റെഡിയാണ്. പക്ഷേ ചെക്കൻ ടെൻഷൻ താങ്ങാനാവാത്ത താടിക്കാരൻ താടിയിൽ പലതവണ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. AC-യുടെ തണുപ്പിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പിൻ്റെ തുള്ളികൾ പൊങ്ങി വന്നു. നല്ല ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് ചെക്കൻ ഹാപ്പിയാക്ക്, ശരിയാവും. വക്കീൽ ഉറക്കെ ചിരിച്ചു. ഇതൊക്കെ കോമൺ ആണോ? ചെല്ല്, ഒരു ദിവസം കൂടിയുണ്ടല്ലോ. നാളെ ട്രയൽ കഴിയുന്നത് വരെ അവനെ വിടേണ്ട. ഇല്ല, സൗത്ത് പാർക്കിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാശ് പോയാലും വേണ്ടില്ല, കാര്യം നടന്നു കിട്ടിയാൽ മതി. താടിക്കാരൻ ഹരിയേട്ടൻ ബുക്ക് ചെയ്ത റൂം കണ്ടപ്പോൾ അവൻ അന്തം വിട്ടുപോയി. അവൻ്റെ വീട്ടിൻ്റെ 4 ഇരട്ടി വലിപ്പമുണ്ട്. ബാത്റൂമിൽ പായ വിരിച്ച് കിടക്കാൻ തോന്നും, അത്രയ്ക്ക് വൃത്തിയാണ്. ജനാല വഴി താഴേക്ക് നോക്കിയപ്പോൾ കപ്പലിൻ്റെ മുക്കിൽ അവൻ്റെ വീടിരിക്കുന്ന ചേരിയിലേതുപോലെ അടുത്തടുത്തായി തകര ഷീറ്റ് മേഞ്ഞ കുറേ വീടുകൾ കാണാം. നാളെ ചോർന്നൊലിക്കുന്ന സ്വന്തം കുരിയിലേക്ക് തിരിച്ചു പോകേണ്ടതിനെ പറ്റി ഓർത്തപ്പോൾ അവന് വിഷമം തോന്നി. ആ മുറിയിൽ ഒരു സ്വസ്ഥതയും കിട്ടാതെ 24 ഡിഗ്രി സെൽഷ്യസിൽ റൂം സെറ്റ് ചെയ്തിട്ട് പോയ AC-ക്ക് താഴെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും ഹരിയേട്ടൻ്റെ ഫോൺ വന്നു. ഉച്ചഭക്ഷണം റെഡിയാണ്, ബുഫയാണ്. ഒരാൾക്ക് 1200 രൂപയാണ് ചാർജ്. റൂമിന് 7000 ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് താടിക്കാരൻ ഗൂഗിൾ പേയുടെ റെസിപ്റ്റ് അമ്മയുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു. 1 മാസം അടിച്ചുവാരി വൃത്തിയാക്കിയാൽ 2 വീടുകളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്ന ശമ്പളമാണ് ഇവിടെ ഒരു മുറിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം വൈകുന്നേരത്തെ ചായയും കുടിച്ച് താടിക്കാരൻ ഹരിയേട്ടൻ അമ്മയെയും അവനെയും കൂട്ടി വീണ്ടും വക്കീലിൻ്റെ ഓഫീസിലെത്തി. അപ്പോഴേക്കും ഏറെക്കുറെ ടെൻഷനൊക്കെ അഭിയെ വിട്ടുപോയിരുന്നു. താജുദ്ദീൻ വക്കീൽ ഹൃദ്യമായ ചിരിയോടെ അവൻ അടുത്തേക്ക് വിളിച്ച് മൂർധാവിൽ സ്നേഹത്തോടെ തലോടി. അച്ഛൻ്റെ കയ്യിലുള്ള പാറ പോലുള്ള തഴമ്പ് വക്കീലിനില്ല. അയാൾ തലോടുമ്പോൾ മുടിയിൽ യാഷിൻ്റെ വീട്ടിലെ ഹെയർ ക്രീം പുരട്ടുന്നത് പോലെ തോന്നും. മോനെ, കോടതിയിൽ ജഡ്ജിയും കുറേ വക്കീലന്മാരൊക്കെ കാണും, പേടിക്കണ്ട. മോനെ ആരും ഒന്നും ചെയ്യില്ല. അവിടെ എന്നെപ്പോലെ ഒരു സർക്കാർ വക്കീലും കൂടി ഉണ്ടാവും, പബ്ലിക് പ്രോസിക്യൂട്ടർ. മോൻ പോലീസിന് കൊടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സാക്ഷിമൊഴി, ഞാൻ വായിച്ചതുപോലെ കോടതിയിൽ വെച്ച് അങ്ങേരും വായിക്കും. എന്നിട്ട് അതീ മോൻ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മോൻ ഇല്ല, അറിയില്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞേക്കണം. അത്രയും മതി. ഉദാഹരണത്തിന് മോനോട് വക്കീൽ ചോദിക്കുക, അഭിക്ക് ഞായറാഴ്ച ട്യൂഷൻ ഉണ്ടായിരുന്നു? അത് കേട്ട ഉടൻ ഇല്ല എന്ന് പറയണം. ഹബീബുള്ളയെ കുട്ടിക്ക് അറിയാമല്ലോ, അപ്പോഴും പറയണം ഇല്ല. താജുദ്ദീൻ അവന് നേരെ സമ്മതമല്ലേ എന്ന് ചോദിക്കും പോലെ തോന്നി. എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട്. താജുദ്ദീൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവൻ ആദ്യം ഓർമ്മ വന്ന യാഷിൻ്റെ വീട്ടിലെ ഷോക്കേസിൽ വച്ചിരുന്ന 3 ജപ്പാനീസ് കുരങ്ങന്മാരെയാണ്. മിസാറു, കിക്കസാറു, ഇവസാറു. കണ്ണും ചെവിയും വായും പൊത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവയുടെ ഇരിപ്പ് കാണാൻ നല്ല രസമാണ്. തിന്മ കാണില്ല, കേൾക്കില്ല, പറയില്ല. അതാണത്രേ ആ ഇരിപ്പിൻ്റെ അർത്ഥം. അതിലെ മിസാറുവാണോ ഞാൻ? അങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ തന്നെ അഭിക്ക് ചിരി വന്നു. കണ്ടത് കണ്ടില്ല എന്ന് പറയാനാണ് ഈ വക്കീൽ ആവശ്യപ്പെടുന്നത്. വലിയ പഠിപ്പൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നുണ പറയാൻ പഠിപ്പിക്കുന്ന ആളല്ലേ? എന്തെങ്കിലും ആവട്ടെ, നല്ല ഫുഡും ഉടുപ്പുമൊക്കെ വാങ്ങിത്തന്ന് കുറേ കാശ് ചിലവാക്കിയതല്ലേ? അവൻ വക്കീലിനോട് ശരി എന്ന് തലയാട്ടി. അത് കണ്ട് താടിക്കാരൻ ഹരിയേട്ടനും കൂടെയുള്ളവർക്കും വളരെ സന്തോഷമായി. പിന്നെന്തിനാണ് പോലീസുകാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് സർക്കാർ വക്കീൽ മോനോട് ചോദിച്ചാൽ എന്തു പറയണം സാറേ? ഹോട്ടലിലേക്ക് തിരിച്ചു പോകുമ്പോൾ താടിക്കാരന് മുന്നിൽ അമ്മ തൻ്റെ സംശയം നിവർത്തി വെച്ചു. അത് സിമ്പിളല്ലേ, പോലീസുകാർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഗൗരി തലയാട്ടി. ഹോട്ടൽ സൗത്ത് പാർക്കിന് മുന്നിൽ ഇറക്കി വിട്ടതും താടിക്കാരൻ ഹരിയേട്ടൻ ക്രോസ് ബാഗിൽ നിന്ന് പുറത്തെടുത്ത ഡയറി നെടുകെ തുറന്ന് അമ്മയെ കാണിച്ചു. അതിനകത്ത് ചെക്ക് ലീഫ് ആണെന്ന് അവന് മനസ്സിലായി. നാളെ ഇവൻ കോടതിയിൽ വക്കീൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാനിത് ഗൗരിക്ക് തരും. താടിക്കാരൻ ഹരിയേട്ടൻ ഡയറി ബാഗിലിട്ട് ഇന്നോവയിൽ കയറി. വണ്ടി മുന്നോട്ടെടുക്കും മുമ്പ് ചില്ല് താഴ്ത്തി അയാൾ അഭിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. രാത്രി കട്ടിയുള്ള പുതപ്പിനകത്തെ ചൂട് മതിയാവാത്തതുപോലെ അഭി അമ്മയുടെ ദേഹത്തോട് പറ്റിക്കിടന്നു. കുട്ടിയായിരുന്നപ്പോൾ അവൻ ഉറങ്ങാൻ കിടന്നത് അച്ഛൻ്റെ നെഞ്ചിലാണ്. നിലാവുള്ള ദിവസങ്ങളിൽ കടൽക്കാറ്റും കൊണ്ട്
തോണിയിൽ കിടക്കുമ്പോൾ കിട്ടുന്ന രസം യാഷിൻ്റെ വീട്ടിലെ ബെഡിൽ പോലും അവന് കിട്ടിയിട്ടില്ല. മൂളിപ്പാട്ടും പാടി കഴുത്ത് മുതൽ താഴോട്ട് അച്ഛൻ തലോടിക്കൊണ്ടിരിക്കുക അവൻ ഉറങ്ങിപ്പോവും. അന്ന് കിടക്കും മുമ്പ് അമ്മ സ്വയം ഒരു വക്കീലായി അവനെ പലതവണ വിചാരണ ചെയ്തു. ഇല്ല, അറിയില്ല, ഓർമ്മയില്ല. പല രീതിയിൽ ചോദ്യം ആവർത്തിച്ചപ്പോഴും ഒരു തരത്തിലുള്ള പരിഭ്രമമില്ലാതെ ആരെയും വിശ്വസിപ്പിക്കുന്ന വിധം വക്കീലിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയ ഉത്തരങ്ങൾ തന്നെ അവൻ പറയുന്നത് കേട്ടപ്പോൾ നാളത്തോടെ തൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോവുകയാണ് എന്നവൾക്ക് തോന്നി. അവൻ ടോയ്ലറ്റിൽ കയറി നിക്കറിനകത്തേക്ക് കൈയിട്ട് നട്ടലിൻ്റെ അറ്റത്ത് തൊട്ടു നോക്കി. അവിടെ വാല് മുളച്ചു തുടങ്ങിയിട്ടുണ്ടോ? പിറ്റേന്ന് ഉച്ചയൂണിന് ശേഷം കൂടിയ കോടതി ആദ്യം തന്നെ അഭിജിത്തിനെ കൊണ്ടാണ് രണ്ടാം ഘട്ട വിചാരണ ആരംഭിച്ചത്. സാക്ഷിക്കൂടിൻ്റെ മര അഴിക്ക് അവൻ്റെ നെഞ്ചിൻ്റെ ഒപ്പം ഉയരമുണ്ടായിരുന്നു. കോടതി മുൻപൊക്കെ നേരിട്ടിട്ടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും അനുവദിക്കാത്തതുകൊണ്ട് അമ്മയും താടിക്കാരനും വക്കീലിനുമൊക്കെ നിർവികാരമായ നോട്ടങ്ങളിലൂടെ അത് അവനിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന് തീരെ പേടി തോന്നിയില്ല. പെട്ടെന്നാണ് അവനത് കണ്ടത്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നിറങ്ങിയ സ്പൈഡർമാൻ കോടതി മുറിയുടെ 2 ചുമരുകൾ കൂടുന്ന ഒഴിഞ്ഞ മൂലയിൽ ഉണ്ടാക്കിയ വലയിലൂടെ ജഡ്ജിയുടെ കസേരയ്ക്ക് പിന്നിലേക്ക് ഇറങ്ങി വരുന്നു. സ്പൈഡർമാൻ വല നെയ്യുന്നത് സാധാരണ ചിലന്തികളെപ്പോലെ ഇര പിടിക്കാനല്ല, ഇരകളെ രക്ഷിക്കാനാണ്. അതിൽ നിന്നെത്തിയാൽ പിന്നെ ഇരകൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ വലയുടെ ഇടതുഭാഗത്ത് ചെറിയ വണ്ടിയുടെ അത്രയും വലിപ്പത്തിൽ കിടക്കുന്ന ഹബീബ് കയല്ലേ. അയാളുടെ മുറിഞ്ഞ കഴുത്ത് നട്ടലിൽ നിന്ന് വിട്ട് നെഞ്ചിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. മുകളിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന വലയുടെ അറ്റം ഭിത്തിയിൽ ഉറപ്പിച്ചുകൊണ്ട് സ്പൈഡർമാൻ അവന് നേരെ കൈ ഉയർത്തി കാണിച്ചു. അങ്ങനെ ഒരാൾ കൂടെയുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. അഭിജിത്ത് ട്യൂഷന് പോകാറുണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചീഫ് എക്സാമിനേഷൻ ആരംഭിച്ചത്. എന്തു പറയണം? ഇല്ല, അറിയില്ല, ഓർമ്മയില്ല. താജുദ്ദീൻ വക്കീലും താടിക്കാരനും അമ്മയും വലയിൽ നിന്ന് ഹബീബുള്ളയും എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. മറുപടിക്ക് മുമ്പ് കോടതി മുറിയെ പൊതിഞ്ഞ കനത്ത നിശബ്ദതയ്ക്ക് മേൽ മഴ പെയ്യാൻ തുടങ്ങി. അഭിജിത്ത് ചോദിക്കുന്നത് കേട്ടില്ലേ? കുട്ടി ട്യൂഷന് പോകാറുണ്ടോ? അവൻ എന്തു പറയണം എന്ന അർത്ഥത്തിൽ സ്പൈഡർമാനെ നോക്കി. അയാൾ വലതു കൈയുടെ സ്വന്തം നെഞ്ചിൽ 2 തവണ തട്ടി തള്ളവിരൽ അവന് നേരെ ഉയർത്തി. അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അപ്പോൾ തന്നെ അവന് പിടികിട്ടി. ഉണ്ട്, അവൻ പറഞ്ഞു. ഇരുന്ന ഇരിപ്പിൽ നിന്ന് എല്ലാവരും പെട്ടെന്നൊന്ന് അനങ്ങി. താജുദ്ദീൻ വക്കീൽ അമ്മയെ നോക്കി നെറ്റി അമർത്തി തടവി. ബസാർ റോഡിൽ കട നടത്തുന്ന ഹബീബുള്ളയെ അഭിജിത്തിന് അറിയാമോ? പിയുടെ 2ാമത് ചോദ്യം. അറിയാം. അഭിജിത്തിൻ്റെ ഉത്തരത്തിന് പിന്നാലെ പബ്ലിക് പ്രോസിക്യൂട്ടർ താജുദ്ദീനെ നോക്കി ഒന്ന് അമർത്തി ചിരിച്ചു. ആ സമയം സ്പൈഡർമാൻ പറത്തിവിട്ട ഫ്ലൈയിങ് കിസ് ഒരു ചിത്രശലഭമായി ജഡ്ജിയെ വലം വെച്ച് അവൻ്റെ കവിളിൽ വന്നിരുന്നു. ഇതുവരെ കാണിച്ച സ്നേഹവും സൗഹൃദവുമൊക്കെ താടിക്കാരൻ ഹരിയേട്ടൻ്റെ മുഖത്തു നിന്ന് ഒലിച്ചിറങ്ങുന്നത് അവൻ കണ്ടു. പോലീസിന് കൊടുത്ത മൊഴിയുടെ പകർപ്പ് അഭിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ഹബീബുള്ള ഇപ്പോൾ എവിടെയാണ്? മരിച്ചു. അത് പറയുമ്പോൾ അവന് കരച്ചിൽ വന്നു. എങ്ങനെയാണ് മരിച്ചത്? പി ചോദ്യം തുടർന്നു. മരിച്ചതല്ല. പിന്നെ കൊന്നതാ. ആര്? രഞ്ജിത്ത്. ഹബീബുള്ളയെ രഞ്ജിത്ത് വെട്ടിക്കൊല്ലുന്ന അഭി കണ്ടോ? പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചു. കണ്ടു. അന്ന് നടന്ന സംഭവങ്ങൾ അഭിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതൊന്ന് വിശദമായി പറയാമോ? പറയാം. പോലീസിന് കൊടുത്ത സാക്ഷിമൊഴിയിൽ പറഞ്ഞ സംഭവങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തെറ്റും കൂടാതെ കൃത്യമായി അഭി പറഞ്ഞു. പിന്നീടൊന്നും ചോദിക്കാതെ പി ജഡ്ജിയെ നോക്കി തലകുനിച്ച് ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോയി. ഈ കേസിൽ ഇങ്ങനെയൊരു നിമിഷത്തെ നേരിടേണ്ടി വരുമെന്ന് താജുദ്ദീൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതിൻ്റെ ജാള്യത മറ്റുള്ളവർ കാണാതിരിക്കാൻ അയാൾ തലകുനിച്ച് കാര്യമായി എന്തോ ചെയ്യുന്നത് പോലെ ഇരുന്നു. അല്പം കഴിഞ്ഞ് ജഡ്ജിയുടെ അനുവാദത്തോടെ വിറ്റ്നസ് ബോക്സിന് നേരെ അയാൾ നടന്നു വന്നു. അയാളുടെ മട്ടും ഭാവം കണ്ടപ്പോൾ മുന്നിൽ നിൽക്കുന്ന സ്പൈഡർമാനോട് അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന വെനമാണെന്ന് അഭിജിത്തിന് തോന്നി. സംഭവ ദിവസം അഭിജിത്ത് ട്യൂഷൻ പോയിരുന്നില്ലല്ലോ. അന്ന് പീറ്റർ മാഷ് വീട്ടിലുണ്ടായിരുന്നില്ല. ഇത് കോടതിയാണ്. ഇവിടെ കയറി നിന്ന് ഇല്ലാത്ത നുണകൾ വിളിച്ചു പറയരുത്. താജുദ്ദീൻ്റെ ചുണ്ടുകൾ 2ആയി പിളർന്ന് അതിനകത്ത് നിന്ന് കത്തിയേക്കാൾ മൂർച്ചയുള്ള നീണ്ട വലിയ പല്ലുകൾ പുറത്തേക്ക് വന്നു. പിന്നാലെ കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന വലിയ നാവും. നുണയുടെ കൊഴുത്ത പശ അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ പേടിയുള്ളവർ അതിൽ വീഴും. പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് പേടിക്കരുത്. ഞാൻ നുണ പറയാറില്ല. ഹബീബുള്ളയെ എൻ്റെ മുന്നിൽ വെച്ചാ വെട്ടിയത്. കള്ളം, പച്ചക്കള്ളം. ഇതൊക്കെ പോലീസ് അഭിജിത്തിനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതല്ലേ? വനം വിടാനുള്ള ഭാവമില്ല. അല്ല, ഇത്തവണ അവൻ ജഡ്ജിയെ നോക്കിക്കൊണ്ട് ആണത് പറഞ്ഞത്. അദ്ദേഹം കടലാസിൽ അത് എഴുതിയെടുത്തതും സ്പൈഡർമാൻ വലയിലൂടെ മെല്ലെ മുകളിലേക്ക് കയറി തുടങ്ങി. അഭിജിത്ത് സാക്ഷിക്കൂട്ടിൽ നിന്ന് അമ്മയ്ക്കരികിലേക്ക് വന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് വെള്ളം തുള്ളികളായി താഴേക്ക് വീഴുന്നു. പുറത്ത് ഒന്നുകൂടി ശക്തമായ മഴയും അമ്മയും അല്ലാതെ തിരിച്ചു വരുമ്പോൾ ആരും തന്നെ അവൻ്റെ കൂടെ വന്നില്ല. വീട്ടിനുമേൽ ഓടിളകിയ ഭാഗത്ത് വിരിച്ച നീല പ്ലാസ്റ്റിക് ഷീറ്റിൽ മഴ വലിയ ഒച്ചയുണ്ടായിക്കൊണ്ടിരുന്നു.
അമ്മ പുറത്തെ ഇരുട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചു. മഴ പതിവ് പോലെ അതിൽ നിറയാൻ തുടങ്ങി. എനിക്ക് തണുക്കുന്നു. അവൻ അമ്മയോട് ചേർന്ന് കിടന്നു. തണുക്കണം, തണുത്ത് വിറച്ച് ചാവാനാണ് നിന്റെ വിധി. രക്ഷപ്പെടാൻ ദൈവം തന്ന അവസരമാണ് നീ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ അഭിമുഖമായി തിരിച്ചു കിടത്താൻ നോക്കി. എനിക്ക് കേൾക്കണ്ട, ചതിയനാണ് നീ. അമ്മ അവൻ്റെ കൈ തട്ടിമാറ്റി. കുറേ നേരം അവൻ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ട് മിണ്ടാതെ കിടന്നു. പിന്നെ ഇതുവരെ ആരോടും പറയാത്ത ആ രഹസ്യം ഒരു കഥയുടെ രൂപത്തിൽ അവൻ മഴയോട് പറയാൻ തുടങ്ങി. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഞാനും യാഷും എന്നും എന്തെങ്കിലും വാങ്ങാൻ ഹബീബുള്ളയുടെ കടയിൽ കയറുമായിരുന്നു. കയ്യിൽ കാശില്ലെങ്കിലും അതിനകത്ത് അടുക്കി വെച്ച സാധനങ്ങൾ തൊട്ടും പിടിച്ച് നടന്നില്ലെങ്കിൽ ഒരു ദിവസം എന്തോ ഒരു കാര്യം ചെയ്യാൻ മറന്നതുപോലെ ഞങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ കടയുടെ മുന്നിൽ ഞങ്ങളെത്തുമ്പോൾ തന്നെ എന്താടാ മക്കളെ, കയറുന്നില്ലേ എന്ന് ഹബീബ് ഇങ്ങോട്ട് ചോദിക്കും. യാഷിന് നോട്ട് പുസ്തകങ്ങളുടെ മണമായിരുന്നു ഇഷ്ടം. എനിക്ക് ചോക്ലേറ്റും കറിപ്പൊടികളും രണ്ടും ഇഷ്ടമാണ്. കടയ്ക്കകത്ത് കയറിയ ഞങ്ങൾ ഇറങ്ങിപ്പോയോ എന്നൊന്നും തിരക്കിനിടയിൽ ഹബീബുള്ള ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം യാഷ് ഒരു ചെറിയ നോട്ട് ബുക്ക് എടുത്ത് ബാഗിൽ വെച്ചു. നമ്മൾ ഇതിൻ്റെ കാശ് കൊടുക്കുന്നില്ല, യാഷ് പറഞ്ഞു. എൻ്റെ കൈയും കാലും വിറച്ചു. മോട്ടിക്കാനോ? ഞാനില്ല. എടാ ചുമ്മാ ഒരു രസം. യാഷ് മേലോട്ട് നോക്കി അവിടെ ഒളി ക്യാമറയില്ലെന്ന് ഉറപ്പുവരുത്തി. പിടിച്ചാലോ? ഞാൻ ചോദിച്ചു. ആര് പിടിക്കാൻ? ഹബീബിക്കയോ? നീ വേണേ അതിൽ നിന്നൊരു മിൽക്കി ബാറും എടുത്തോ. ഞാൻ അനങ്ങാതെ നിന്നപ്പോൾ എടുക്കടാ എന്ന് പറഞ്ഞ് യാഷ് എൻ്റെ നേരെ കണ്ണുരുട്ടി. ഞാൻ പക്ഷേ സ്പൈഡർമാൻ്റെ 3D ചിത്രമുള്ള ഒരു സ്കെയിലാണ് എടുത്തത്. ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. റോഡിലെത്തിയപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഞങ്ങൾ കുറേ ദൂരം ഓടി കൾവർട്ടിന് മേലിരുന്ന് കിതച്ചു. സ്കെയിലിൽ കിടക്കുന്ന സ്പൈഡർമാനെ തിരിച്ചു മറിച്ചു നോക്കി. കക്കുന്നതിൻ്റെ ത്രിൽ എന്താണെന്ന് അന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് പലതവണ ഇതുപോലെ മിഠായി, ബ്രഷ്, പെൻസിൽ, സോപ്പ്, പേസ്റ്റ്, സിപ്പപ്പ് അങ്ങനെ ചെറുതും വലുതുമായ പല സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്നെടുത്തു. എന്നത്തെയും പോലെ ചിരിച്ചുകൊണ്ട് കുറേ ദൂരം ഓടി കൾവർട്ടിന് മുകളിൽ ഇരുന്നു. പലതവണ അത് ആവർത്തിച്ചപ്പോൾ യാഷിനും അടുത്തു. അച്ഛന് ബീഡി വലി നിർത്താൻ പറ്റാത്തതുപോലെ എനിക്ക് ഹബീബിക്കയുടെ കടയിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കാതിരിക്കാൻ പറ്റിയില്ല. നിർത്തിക്കോ, മതി, ഒരു ദിവസം യാഷ് എന്നെ ഉപദേശിച്ചു. പക്ഷെ അതൊന്നും എൻ്റെ ചെവിയിൽ കയറിയില്ല. മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാലും കാല് ഹബീബുള്ളയുടെ കടയിലേക്ക് തന്നെ പോകും. പിന്നെ ചെറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ വലിയ തന്നെ എടുത്തോ എന്ന് മനസ്സ് നിർബന്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ പീറ്റർ മാഷിൻ്റെ വീട്ടിൽ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല ദാഹം. ഞാൻ നേരെ ഹബീബിക്കയുടെ കടയിൽ കയറി പതിവ് പോലെ സാധനങ്ങൾക്കിടയിൽ ചുറ്റിപ്പറ്റി നടന്നു. നോക്കിയപ്പോൾ ഹബീബിക്ക ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് കടയ്ക്ക് പുറത്തെ വരാന്തയിൽ നിൽക്കുകയാണ്. ഗുലാമലി നേരിയ ശബ്ദത്തിൽ പാടുന്നു. കടയിലാണെങ്കിൽ ഒരാളുമില്ല. മോട്ടിക്കാൻ പറ്റിയ സമയം. കോളയും സ്പ്രൈറ്റും 7-അപ്പും വേറെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം കൂടി ഫ്രീസറിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഞാൻ പതുക്കെ അതിൽ നിന്നൊരെണ്ണം എടുത്ത് ബാഗിലിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് ഹബീബിക്ക വിളിച്ചു. മോനെ, ആ 7-അപ്പ് ബാഗിലിടല്ലേ, അതിനകത്ത് പഠിക്കാനുള്ള പുസ്തകമല്ലേ, മൊത്തം നനയും. നിന്ന നിൽപ്പിൽ നിന്ന് അങ്ങനെ തന്നെ മണ്ണിലടിയിലേക്ക് താന്നു പോയിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നി. പേടി കൊണ്ട് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു നോക്കാനും. എൻ്റെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ തമ്മിൽ പടപട അടിക്കുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം ഹബീബിക്ക എൻ്റെ അടുത്തേക്ക് വന്നു. പതുപോലെ ചിരിച്ചു. അയ്യോ, കരയുന്നോ? എന്തിനാ കരയുന്നേ? അയാൾ എൻ്റെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. കൗണ്ടറിന് നേരെ നടന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് കസ്റ്റമേഴ്സാരും അങ്ങോട്ട് വന്നില്ല. ഇക്കാര്യം എങ്ങാനും ഇങ്ങേരി ചെന്ന് അച്ഛനോട് പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. മോഷ്ടാവായ ഒരു മകനോട് ഏതച്ഛനാണ് ക്ഷമിക്കാൻ പറ്റുക? അക്കാര്യത്തിൽ അമ്മയും അച്ഛൻ്റെ ഭാഗത്തായിരിക്കും. അച്ഛൻ ഇന്നേ വരെ അവനെ തല്ലിയിട്ടില്ല. പക്ഷേ ഇന്ന് ഹബീബ് മേശയിൽ നിന്നൊരു നോട്ട് പുസ്തകം എടുത്തു. അതിൻ്റെ ആദ്യത്തെ 3-4 പേജ് മറിച്ച ശേഷം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി അയാൾ പറഞ്ഞു. മോൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ലിസ്റ്റാണ്. ഇക്ക വായിക്കട്ടെ. മുളക് പൊടി 8 പാക്കറ്റ്, സോപ്പ് 13, ബ്രഷ് 20, സിപ്പപ്പ് 34, സ്കെയിൽ 11, മിൽക്കി ബാർ 37, സോഫ്റ്റ് ഡ്രിങ്ക്സ് 17, പെൻസിൽ 9, റബ്ബർ 4, നൂഡിൽസ് 8 പാക്കറ്റ്, മസാലക്കടല 2 പാക്കറ്റ്, ചോക്കോബാർ 13. ഹബീബ് പുസ്തകം അടച്ച ശേഷം പതിവ് പോലെ എന്നെ നോക്കി ചിരിച്ചു. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അയാൾക്ക് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ബാഗിൽ നിന്ന് 7-അപ്പ് എടുത്ത് കൗണ്ടറിൽ വയ്ക്കുമ്പോൾ എൻ്റെ കൈ വിറച്ചു. അതിലെ തണുപ്പ് ഉരുക്കി താഴോട്ട് ഒലിക്കുന്നുണ്ടായിരുന്നു. അതിലെ വെള്ളം കുറേ എൻ്റെ വിരലിലും പറ്റിയിരുന്നു. മോനെ, ഞങ്ങളുടെ പരിശുദ്ധ ഖുറാനിലൊരു വാചകമുണ്ട്. ഹബീബുള്ള എൻ്റെ മൂർധാവിൽ കാരുണ്യത്തോടെ തലോടി. ക്യുത്തിലൻ ഖറാം സ്യൂൻ, കള്ളം പറയുന്നവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നുണ പറയാനോ അന്യൻ്റെ മുതൽ മോഷ്ടിക്കാനോ പാടില്ല. നമുക്ക് ചോദിക്കാം, തരുന്നത് വാങ്ങാം. കുറ്റബോധം കൊണ്ട് എനിക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി. ശബ്ദം പുറത്തേക്ക് വന്നില്ലെങ്കിലും കണ്ണിനെ എനിക്ക് പിടിച്ചെടുത്താൻ പറ്റിയില്ല.
ഹബീബിക്ക എല്ലാം ക്ഷമിച്ചതുപോലെ എൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. കണ്ണീർ തുടച്ചു വന്നു. പിന്നെ സവനപ്പെടുത്ത് പൊട്ടിച്ചു. കുടിക്ക്, ഒന്ന് തണുക്കട്ടെ. ഞാൻ അതും പിടിച്ച് അങ്ങനെ നിന്നു. കുടിക്കൂ, അയാൾ വീണ്ടും പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇത്തിരി വായിലേക്ക് ഒഴിച്ചു. നേരത്തെ മോഷ്ടിച്ച് കുടിച്ചപ്പോൾ തോന്നിയതിനേക്കാൾ 10 ഇരട്ടി രുചി അപ്പോൾ അതിനുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്നിറങ്ങി ബസാർ റോഡിലേക്ക് നടന്നു. അവൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഒരു തേങ്ങൽ കേട്ടു. അമ്മയാണ്. കഥയ്ക്കിടയിലെപ്പോഴോ അമ്മ അവൻ അഭിമുഖമായി കിടന്നത് അവൻ കണ്ടിരുന്നില്ല. ക്ഷമ ചോദിക്കുന്നത് പോലെ അവർ അവനെ മാറോട് ചേർത്ത് നെറ്റിയിൽ ഉമ്മ വച്ചു. മഴ ബക്കറ്റിൽ നിറഞ്ഞ് പുറത്തേക്കൊഴിപ്പോകുന്നത് അവരറിഞ്ഞില്ല. അമ്മ അവനെ പതിവ് പോലെ സാരി കൊണ്ട് പുതപ്പിച്ച് മാറോട് ചേർത്തു. അവൻ ഉറങ്ങി. രാത്രിയിൽ എപ്പോഴോ സ്വപ്നത്തിലേക്ക് എറിഞ്ഞ വലയിലൂടെ ഇറങ്ങി വന്ന സ്പൈഡർമാൻ അവൻ്റെ ചെവിക്കരികിൽ വന്ന് മന്ത്രിച്ചു. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ക്യുത്തിലൻ ഖറാസ്യൂൻ. അവൻ സ്പൈഡർമാൻ്റെ വിരൽ അമർത്തി പിടിച്ചു.